ദ്വാരപാലക ശില്പങ്ങൾ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ലാഭമുണ്ടാക്കിയെന്ന ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ശില്പങ്ങളും തകിടും ചെന്നൈയിലും ബാംഗ്ലൂരിലും കേരളത്തിലുമുള്ള പല വീടുകളിലും ക്ഷേത്രങ്ങളിലും എത്തിച്ച് പൂജ നടത്തി ലാഭമുണ്ടാക്കി. തകിടുകൾ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. പോറ്റിക്ക് ദേവസ്വം ബോർഡിനെ ചതിച്ച് ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശ്യമെന്നും റിപ്പോർട്ടിലുണ്ട്. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇപ്പോൾ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്? ഒന്നാം പ്രതി ഒറ്റയ്ക്ക് ചെയ്തു എന്നല്ലല്ലോ, ഇപ്പോൾ കൂട്ടുപ്രതികളുണ്ട്. അപ്പോൾ അതിൽ ദേവസ്വം ബോർഡ് അടക്കം പ്രതിപട്ടികയിൽ വരുന്നുണ്ട്. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇതിൽ കൃത്യമായും പറയുന്നത്? പ്രതി നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികൾ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി 39 ദിവസങ്ങൾക്ക് ശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് എന്നുള്ളതാണ്. ആ എത്തിയ അല്ലെങ്കിൽ എത്താൻ എടുത്ത ആ സമയം എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ് എന്നുള്ളത് ദേവസ്വം വിജിലൻസിന്റെ ആദ്യ റിപ്പോർട്ട്, അതായത് ഇടക്കാല റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അന്തിമ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ കൂടി അധികമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിനെ ചതി ചെയ്ത് അന്യായ ലാഭമുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ശബരിമല ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലും ശില്പങ്ങളുടെ തെക്കുവടക്ക മൂലകളിലുള്ള ഘടിപ്പിച്ചിട്ടുള്ള സ്വർണം പൊതിഞ്ഞ ചെമ്പു തകിടുകളിലുമുള്ള 2 കിലോ തൂക്കം വരുന്ന സ്വർണം കൈവശപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ നടത്തിയത്. മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നതിനു വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ തകിടുകൾ പാളികളും തകിടുകളും കൊണ്ടുപോയത് ബാംഗ്ലൂർക്കും ഹൈദരാബാദിലും എന്നാണ് ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൂടാതെ ചെന്നൈയിലും ബാംഗ്ലൂരിലും കേരളത്തിലുമുള്ള പല വീടുകളിലും ക്ഷേത്രങ്ങളിലും യാതൊരു സുരക്ഷയും ഇല്ലാതെ കൊണ്ടുചെന്ന് പൂജ നടത്തി ലാഭമുണ്ടാക്കി എന്നുള്ള കണ്ടെത്തൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നടത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ജയറാമിന്റെ വീട്ടിലടക്കം നടത്തിയ, ഫാക്ടറിയിലടക്കം നടത്തിയ പൂജകളെ കുറിച്ച് നേരത്തെ റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ടിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ സ്ഥലങ്ങൾ എടുത്തു പറയുന്നു എന്നുള്ളതാണ്. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, ഒപ്പം തന്നെ കേരളത്തിലെ ചില വീടുകളിൽ കൂടി കൊണ്ടുപോയി ഇത്തരത്തിൽ പൂജ നടത്തിക്കൊണ്ട് ലാഭമുണ്ടാക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള കണ്ടെത്തലാണ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടുമുള്ളത്. മാത്രമല്ല, മറ്റു ചില ഹരിമോഹൻ വരുന്നുണ്ടല്ലോ, അതിലേക്ക് കൂടി പോവുകയാണ്.